ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ് നിർമ്മലിനോട്. ഇത് കേട്ട് നിർമ്മലാണെങ്കിൽ എനിക്ക് പിങ്കി ഇഷ്ടമാണ്, ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, എനിക്കതിനെ മറച്ചു വെക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ സന്തോഷം തോന്നി. അതായത് നമ്മുടെ സുമംഗലയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ. പക്ഷേ മോനെ, ഇത് ഞങ്ങളോടല്ല ശരിക്കും തുറന്നു പറയേണ്ടത്, നീ പിങ്കിയോട് സംസാരിച്ചിരുന്നു. അയ്യോ, എനിക്ക് പിങ്കിയോടൊന്നും അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല. അല്ല, ഞാൻ ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറഞ്ഞത് തന്നെ നന്ദ എൻ്റെ മനസ്സിലെ രഹസ്യം കണ്ടുപിടിച്ചത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇഷ്ടമൊന്നും ഞാൻ ആരോടും തുറന്നു പറയില്ലായിരുന്നു. മോനെ, അങ്ങനെയല്ല, പിങ്കിയോട് നീ പറയണം. പിങ്കിയോട് നീ പറഞ്ഞല്ലേ മതിയാവുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ നിർമ്മലാണെങ്കിൽ എനിക്ക് അതിനെക്കൊണ്ടൊന്നും സാധിക്കില്ലമ്മേ. അപ്പോൾ അമ്മയെന്നുള്ളൊരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമംഗലയുടെ കണ്ണുകൾ നിറയുകയാണ്. അയ്യോ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ, പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് അങ്ങനെയാ. ഏയ്, അതൊന്നും സാരമില്ല മോനെ. പക്ഷേ നീ എന്നെ അമ്മയെന്ന് വിളിച്ചല്ലോ. എൻ്റെ മോൻ്റെ അനിയനല്ലേ നീ, നിൻ്റെ ചേട്ടനല്ലേ അർജുൻ. അപ്പോൾ നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിൻ്റെയും പിങ്കിയുടെ കാര്യം ആദ്യം ചോദിക്കേണ്ടത് നിൻ്റെ അമ്മയോട് തന്നെയല്ലേ? അതെ, എനിക്ക് അമ്മയോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. വേറെ ആരുടെയും കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. നാട്ടുകാരെന്ത് വിചാരിക്കുന്നോ, എന്ത് തീരുമാനിക്കുന്നോ അതൊന്നും ഞാൻ ചിന്തിക്കുക പോലുമില്ല. എൻ്റെ അമ്മ എന്ത് തീരുമാനം എടുക്കുന്നോ, എൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്നൊക്കെ നിർമ്മല പറയുകയാണ്. അപ്പോൾ നിർമ്മലയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ആകെ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ എങ്ങനെയെങ്കിലും പിങ്കിയുടെയും നിർമ്മലിൻ്റെയും കല്യാണം നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ലക്ഷ്മിയും അതേപോലെ തന്നെ സുമംഗലയും കൂടി ചേർന്നിട്ട്. അങ്ങനെ നിർമ്മലിൻ്റെ അമ്മയെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ പിങ്കിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുന്ധതി വന്നിട്ട്, പിങ്കി മോളെ, നീ ചുമ്മാ ഇരിക്കുമായിരുന്നു പിങ്കി മോളെ. അതെ അമ്മായി. അല്ല, അമ്മായി എന്താ വന്നത്? ഏയ്, ഞാൻ ചുമ്മാ വന്നതാ. മോളിങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓരോ വിശേഷങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി വന്നു. ഓ, വിശേഷങ്ങളെല്ലാം ചോദിക്കാനോ? ഏയ്, അമ്മായി എന്നോട് വിശേഷങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടി വന്നല്ലെന്ന് എനിക്കറിയാം. എന്തോ എന്നോട് പറയാനുണ്ട്, എന്തോ കാര്യം സാധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ പിങ്കി മോളെ, എനിക്ക് മോളോട് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പറയാനുണ്ട്. എന്തമ്മായി അത്? അതെ, മോളുടെ ആഗ്രഹം എന്താണ്? എന്തമ്മായി? എനിക്ക് അതിന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലല്ലോ. അമ്മായി എന്താണോ പറയുന്നത് അത് കേൾക്കാൻ എനിക്കിഷ്ടം. ഓ, അതൊക്കെ വെറുതെ. ഇല്ലമ്മായി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അമ്മയെ എന്താണോ പറയുന്നത് അത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ എന്നാലും നിൻ്റെ ആഗ്രഹം ഒന്ന് പറ. നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യവരത്തിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് നോക്കണ്ട. ഞാൻ ഇവിടുന്ന് പോകത്തുമില്ല. എനിക്കിവിടെ നിൽക്കാനാ. അർജുൻ്റെ വിധവയാണല്ലോ നീ. അപ്പം ഇത് കേട്ട നമ്മുടെ പിങ്കി ആണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, അർജുൻ്റെ വിധവയാണ് ഞാൻ, അത് സത്യം തന്നെ. പക്ഷേ എന്ന് വിചാരിച്ച് എനിക്ക് ഗൗതത്തെ സ്നേഹിച്ചുകൂടാന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ അരുന്ധതിയമ്മായി പറയുകയാണ്, നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? പിങ്കി, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? കേട്ടു അമ്മായി, കേട്ടു. അല്ല, അമ്മായി എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ പിങ്കി മോളെ, നിൻ്റെ കല്യാണകാര്യത്തെക്കുറിച്ച് തന്നെയാ. കല്യാണം നടത്താമെന്ന എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹം. ഓ, അങ്ങനെ എൻ്റെ കല്യാണത്തെക്കുറിച്ചല്ലേ? അതേ മോളെ, എനിക്കും അതുതന്നെ ആഗ്രഹമുണ്ട്, നിൻ്റെ കല്യാണം നടത്തിയാലോ എന്ന്. അമ്മായിയുടെ മനസ്സിലൊരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കല്യാണം അങ്ങോട്ട് നടത്തിക്കളയാം. എനിക്ക് ഏതായാലും ഒരു കോഫി വേണം. അമ്മായിക്ക് കോഫി വേണോ? വേണ്ട മോളെ, എനിക്ക് കോഫിയൊന്നും വേണ്ട. ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയി കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഈ അരുന്ധതിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവളെന്താ ഇങ്ങനെ കിടന്ന് കാണിച്ചു വിടുന്നത്? അല്ല, ഇവള് തമാശയായിട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവളുടെ ഈ പെരുമാറ്റം ഒന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി കുറേ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതത്തെയാണ്. അപ്പോൾ ഗൗതമാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നന്ദ ഓടി വരികയാണ്. ഓടി വന്നിട്ട്, ഗൗതം സാർ, അതെ, ഞാനേതായാലും ഹോസ്പിറ്റലിലേക്ക് പോവാണ്ടോ? ആഹാ, താൻ പോകാനിട്ട് ഒരുങ്ങോ? അതെ ഗൗതം സാർ, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. ഇന്നേ ഡോക്ടറില്ലേ, ഡോക്ടർ ഒരു മേജർ സർജറി നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ചെയ്യുന്നത് അത് ഞാനാ. ആഹാ, കൊള്ളാലോ നന്ദ, താനപ്പം പുരോഗമിച്ചല്ലേ? പിന്നെ അല്ലാതെ, ഞാൻ പുരോഗമിച്ചെന്നോ? ഞാനേ നല്ലൊരു ഡോക്ടർ തന്നെയാണ്, അത് മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് തോളിട്ടൊക്കെ ഇടി കൊടുക്കുകയാണ്.
അങ്ങനെ ഇവർ രണ്ടൊരു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നത് പിങ്കിയും അതേപോലെ തന്നെ ചിറ്റയും കൂടി കാണുക. അപ്പോൾ ചിറ്റ എടുത്ത് വായിക്കും പിങ്കിയോട്, പിങ്കി അത് കണ്ടോ, ദേ നവവധുപാരക്കൂട്ടാണ് അവരെ കൊഞ്ചി കൊഴയുന്നു സംസാരിക്കുന്നതൊക്കെ. നിനക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ലേ? ഈ സമയത്ത് ഈ നിർമ്മൽ ഇതെവിടെ പോയി കിടക്കുക? നിർമ്മലിനെ കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്കും പോയി നിർമ്മലോടൊന്ന് സംസാരിക്കായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് താമസം. ദേ വരുന്നു നിർമ്മൽ. അപ്പം നിർമ്മൽ വന്നിട്ട്, അത് പിന്നെ നന്ദ ഞാനെന്നാ പുറത്തേക്ക് ഇറങ്ങാണ്ടോ? ആഹാ, അപ്പോൾ ഈ നിർമ്മലും പുറത്തേക്ക് പോവുകയാണോ? എന്താ നിർമ്മൽ പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നമുക്ക് ജോലി തരപ്പെടുത്തണമല്ലോ, സ്ഥിരമാക്കണമല്ലോ. അപ്പം ജോലിക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താലല്ലേ കാര്യങ്ങളെല്ലാം സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിറ്റ, പിങ്കി ദേ നിർമ്മൽ വന്നിരിക്കുന്നു, നീ ഏതായാലും അവനോട് പോയി കൊളുത്തുന്ന്. അപ്പോൾ ഗൗതത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരിടിവ് സംഭവിക്കും. ഗൗതത്തിൻ്റെ അപ്പോൾ ഒരു പിരിമുറുക്കം നമുക്ക് കാണാനും സാധിക്കും. ഇതേ നീ പോകല്ലേ, ഇതും കൊണ്ടേ കൊടുക്ക്. ഇതിലെന്താ ചിറ്റേ? ഇതിലേ ലഞ്ച ദേ നിർമ്മലിന് കഴിക്കാനുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് സോപ്പിടാനായിട്ട് നോക്ക്. അങ്ങനെ നിർമ്മൽ, ശരി നന്ദാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി, നിർമ്മൽ ഒന്നവിടെ നിന്നെ നിർമ്മൽ. എന്താ? അത് പിന്നെ നിർമ്മൽ ഡ്യൂട്ടിക്ക് പോവാണോ? അതെ, ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. അല്ല അപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഹോട്ടലിൽ നിന്ന് തന്നെ. എന്താ നിർമ്മൽ ഇത്? ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കേടാവില്ലേ? ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടും? ആരോഗ്യത്തിന് ദോഷമല്ലേ? അറിയാം, പക്ഷേ എന്ത് ചെയ്യാനായിട്ട്? ഹോട്ടലല്ലാതെ വെച്ച് വിളമ്പി തരാനൊന്നും നമുക്കാരും ഇല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പിന്നെ അതെല്ലാം മാറ്റി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പട്ടിണിയാവും. ഇത് കേട്ട നമ്മുടെ പിങ്കി ആണെങ്കിൽ, എങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനം പറയാം. ഞാൻ വെച്ച് വിളമ്പി തരുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിർമ്മലിന്? അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എന്താ പിങ്കി മനസ്സിലായില്ല? അല്ല, ഇനി മുതൽ ഞാൻ ഏതായാലും നിർമ്മലിന് വെച്ച് വിളമ്പി തരുന്നതായിരിക്കും. ഹോട്ടലിൽ നിന്ന് ഇനി ഭക്ഷണം കഴിക്കേ വേണ്ട. ദേ ഇത് പിടിച്ചിണ്ടേ. ഇതെന്താ പിങ്കി? ഇത് ലഞ്ച് ഞാനുണ്ടാക്കിയതാ, നിർമ്മലിനെ കഴിക്കാൻ വേണ്ടി തന്നെ. ഇനി നിർമ്മൽ ഏതായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഇവരുടെ സംസാരം ഇത്രയൊക്കെ നടന്നിട്ടും ഗൗതം അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നന്ദയ്ക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷം തോന്നി. കാരണം നിർമ്മലിനോട് കൂടുതൽ അടുക്കുകയാണല്ലോ പിങ്കി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നന്ദയുടെ മനസ്സിലെ ആ ഒരു സന്തോഷം. അപ്പോൾ ഈ ചിറ്റ വന്നിട്ട്, നിർമ്മൽ അത് മേടിക്ക്, പിങ്കി സന്തോഷത്തോടെ തരുന്നതല്ലേ, നിർമ്മലിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഭക്ഷണം അത്. എന്നോട് വന്ന് ചോദിച്ചു, അയ്യോ പാവം നിർമ്മൽ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് അത് ഹാനികരമല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റിയെങ്കിൽ ആശ്വാസനായാനായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത്രക്ക് വലിയ ദണ്ണമാണെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കൊടുക്ക് പിങ്കിയെന്ന്. പറഞ്ഞു തീരേണ്ട താമസം. പിങ്കി നിർമ്മലിന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അതുകൊണ്ട് നിർമ്മൽ അത് മേടിച്ചു. നിർമ്മലെ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത് കേട്ട നിർമ്മലാണെങ്കിൽ ആ ഭക്ഷണമോട്ട് മേടിക്കുകയാണ്. ഇപ്പം സന്തോഷമായില്ലേ? ഈ പെണ്ണിൻ്റെ ആണെങ്കിൽ ഒരാഗ്രഹങ്ങളെ. അങ്ങനെ നമ്മുടെ നിർമ്മലാണെങ്കിൽ, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും, പിങ്കി ഇപ്പം നിനക്ക് സമാധാനമായോ? അയ്യോ നിർമ്മലോട് ഞാനൊരു കാര്യം പറഞ്ഞില്ല, നിർമ്മലെ വരുമ്പോൾ എനിക്ക് ഗുവ മേടിച്ചുകൊണ്ട് വരും. എന്താ? അല്ല കുറച്ച് പേരൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചിറ്റിയാണെങ്കിൽ, അയ്യോ നിർമ്മലെ ഇവൾക്ക് പേരക്കാന്ന് പറഞ്ഞ ജീവനാണ്, ശരി മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മലോടൊന്ന് പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ ഗൗതത്തിനെ കൊള്ളിച്ചുകൊണ്ട് തന്നെ, എന്ത് ചെയ്യാനാണ് ചിറ്റേ, എനിക്കിങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം നിർമ്മലിനോടൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ദൈവമായിട്ട് തന്നെയാണ് നിർമ്മലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറയാൻ വേണ്ടി ഒരാണ്. ഈ വീട്ടിൽ കുറേ ആണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കര സംശയം. എൻ്റെ ഗൗതം സാറേ, ഇവർ രണ്ടുപേരുടെയും തീരുമാനം എന്താ? അല്ല ഇവരുടെ ആ ഒരു ഇളക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കുവേ ഇവർ മനസ്സിലെന്തോ ഉറപ്പിച്ച പോലെയാ. ഗൗതം സാർ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? പിങ്കിക്ക് നിർമ്മലിനോട് നല്ല അടുപ്പം തന്നെയാണെന്ന്. പിങ്കിക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ട് നിർമ്മലിനോട്. എങ്കിൽ പിന്നെ എനിക്ക് സമയമായി ഗൗതം സാർ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ്. ഗൗതത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുക. അങ്ങനെ ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചിറ്റ വന്നിട്ട്, അതെ സാറേ, എനിക്ക് സാറോട് ചില കാര്യങ്ങളെല്ലാം പറയണ്ടേ. എന്തിനാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്? എന്ത് കാര്യം എന്നോട് പറയാനുള്ളത്? സാർ ഞാൻ
പറയാനുള്ളൊരു അനുവാദം തരണം. ശരി പറ. അത് പിന്നെ ദേ ഞാൻ ആകെ സങ്കടത്തിലാണ്. പിങ്കി ആണെങ്കിൽ ആ നിർമ്മലില്ലേ, ആ ഗുണ്ട, അവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. എനിക്കത് താങ്ങാൻ പോലും പറ്റുന്നില്ല. നിങ്ങളെന്താ എൻ്റെ മുന്നിൽ നിന്നൊരു ഷോ കാണിക്കുകയാണോ? അല്ല, പിങ്കി ലഞ്ചൊക്കെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളാണല്ലോ കൂടുതൽ പ്രഷർ ചെലുത്തി അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചത്. അത് പിന്നെ സാറേ, എനിക്കങ്ങനെ സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. ഞാനിവിടെ അവളെ നോക്കാൻ, അവളുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയൊക്കെയല്ലേ വന്നത്. അപ്പോൾ പിന്നെ അവളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവളെ എതിർത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് സങ്കടം വേറൊന്നിനെയും കുറിച്ചല്ല, പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന സാറിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. ഇനിയിപ്പോൾ നിർമ്മലിനോട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ അവൾ ആ കുഞ്ഞിനോട് വലിയ ശ്രദ്ധയൊന്നും കാണിക്കില്ല. അതിനെന്തെങ്കിലും ആപത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടാ നമ്മുടെ ഗൗതത്തിന് കാലേ വന്നിട്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ താനി സ്വഭാവം നിങ്ങളൊക്കെ മനസ്സിലാവും. സാറേ, അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ പിങ്കി ആണെങ്കിലേ ഈ സ്നേഹം ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അവൾക്ക് കെയറിങ്ങും തലോടലും ഒക്കെ വേണമെന്ന ആഗ്രഹത്തിലുള്ള കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്, സാറ് കെയറിങ് കൊടുക്ക്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അതെ സാറേ, സാറ് കെയറിങ് കൊടുക്കണം. അതായത് പിങ്കി പ്രസവിക്കുന്നിടം വരെ സാറ് കുറച്ച് കെയറിങ് ഒക്കെ കൊടുത്താലേ അവൾ നിർമ്മലിനോട് അടുക്കാതിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളല്ല. സാറിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയല്ല സാറിൻ്റെ ഇഷ്ടം, എനിക്ക് പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ മനസ്സിൽ നല്ലൊരു കൊളുത്തിക്കൊണ്ട് ഈ ചിറ്റ അവിടുന്ന് പോവുകയാണ്. ഗൗതമാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമംഗലയാണെങ്കിൽ നിർമ്മലിൻ്റെ അമ്മയെ വിളിക്കുകയാണ്. ഹലോ, ഞാനാരെന്ന് മനസ്സിലായോ? ഞാൻ സുമംഗലയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്നോട് അരിശമാണെന്ന് എനിക്കറിയാം, എന്നോട് വൈരാഗ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിർമ്മലിപ്പോൾ ഇവിടെയാണല്ലോ. നിർമ്മലിന് എനിക്കങ്ങനെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ അതേ ചായമല്ലേ. നിർമ്മലിൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കേണ്ട ഒരു ഗതി എനിക്ക് വന്നത്. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? എനിക്ക് നിങ്ങളോട് അരിശോ? സുമംഗലെ, എനിക്ക് നിങ്ങളോട് ഒരു അരിശവും വൈരാഗ്യം ഒന്നുമില്ല. അതൊക്കെ വെറും തോന്നല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ മോനില്ലേ, എൻ്റെ മോൻ ആകെ മാറിപ്പോയി. ഇതുവരെയായിട്ടും അവൻ എന്നെ അമ്മയെന്ന് പോലും വിളിച്ചിട്ടില്ല. പക്ഷേ ഈ ഇടക്ക് അവൻ എന്നെ വിളിച്ചിട്ട് അമ്മയെന്നുള്ളൊരു വിളി, ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ചോദിക്കൽ, ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ ആകെ മാറിയെന്ന്. അതിന് നിങ്ങളോടൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാനിപ്പോൾ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? ഞങ്ങൾക്ക് തന്നൂടെ അവനെ, നിർമ്മലിനെ? എന്താ സുമംഗല എന്താ പറഞ്ഞു വരുന്നത്? അത് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ മകൻ അർജുൻ, അവൻ മരിച്ചുപോയി. പക്ഷേ അവനെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ലാതിരിക്കുകയാണ് നിർമ്മലും. അപ്പോൾ അവൻ കല്യാണം കഴിച്ചാണെന്നറിയാലോ എൻ്റെ അർജുൻ. അപ്പോൾ അർജുൻ മരിച്ചുപോയത് കൊണ്ട് വിധവയായിട്ട് കഴിയുകയാണ്. അവൻ്റെ ഭാര്യ ഇവിടെ തന്നെ. അപ്പോൾ നിർമ്മലിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടെന്ന് നിർമ്മലിൻ്റെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിൻ്റെ അമ്മ ആകെ ഞെട്ടിത്തെറിച്ചൊരവസ്ഥ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.